ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് തീമിലായിട്ടുള്ള 2 കേക്ക് ഡെക്കറേഷൻസും ആയിട്ടാണ്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഒരു ഡെക്കറേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള കേക്കിൻ്റെത്. ഇപ്പോൾ നമ്മൾ ഫുള്ളി ആയിട്ടുള്ള ഫോട്ടോ പ്രിൻറ്റിൻ്റെ കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ക്രിസ്മസ് ആ ഒരു സെലിബ്രേഷനും ആ ഒരു കേക്കിൻ്റെ തിരക്കും ഒക്കെ ആയിരിക്കും അല്ലേ നമ്മുടെ ഹോം ബേക്കേഴ്സിന്. അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസും വെറൈറ്റി ആയിട്ടുള്ള ലുക്കും ഒക്കെ നമുക്ക് കാണാം. എല്ലാവർക്കും മെരി ക്രിസ്മസ്. അപ്പോൾ നമുക്ക് ബേക്കേഴ്സിൻ്റെ ഒരു ചാകരയാണ് നമ്മൾ ഈ ഒരു ഡിസംബർ ലാസ്റ്റ് ന്യൂ ഇയർ ഫസ്റ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഓർഡേഴ്സൊക്കെ കിട്ടട്ടെ. അപ്പോൾ തിരക്ക് പിടിച്ചിട്ടുള്ള ഹോം ബേക്കേഴ്സിന് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കുറേ ഡിസൈൻസ് ഉണ്ട്. കുറേ ഭാഗം ഞാൻ ഇടാൻ ലേറ്റ് ആയി പോയിട്ടോ. അപ്പോൾ കുറേ തിരക്കായതുകൊണ്ടാണ് പല ഡിസൈൻസും വീഡിയോസ് എടുക്കാതെയും പോയിട്ടുണ്ട്. പല വീഡിയോസും വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാനും ടൈം കിട്ടാതെ ആയി പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിച്ചേക്കുക. നമ്മൾ വീഡിയോസ് പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പ്രിൻ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷേ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ നോർമലി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നോർമലി നമുക്ക് അത്ര റിസ്ക് ആയിട്ട് തോന്നാറില്ല. പിന്നെ നമ്മളിത് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് പല സൈസിലും പല മോഡലായിട്ടൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം മാക്സിമം വെറൈറ്റി ആയിട്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് ക്ലാരിറ്റി ഉള്ള രീതിയിൽ തന്നെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഹാപ്പി ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ ബേസ്ഡ് ആണെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. സൈസിനനുസരിച്ച് അത് പ്രിൻറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പലതരം ഫോട്ടോസ് മാക്സിമം പല ഷേപ്സിലും പല സൈസിലും ഒക്കെ ആയിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള സമയം, നമ്മുടെ ടൈം ഭയങ്കര സ്പെൻഡ് ചെയ്യേണ്ട സമയമാണ്, സാഹചര്യമാണ്. അപ്പം നമ്മൾ ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രിൻറ്റ് ചെയ്തിട്ട് കേക്കിലേക്ക് വെക്കുന്ന സമയത്ത് ഞാൻ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയിട്ടോ, സോറി. നോർമലി നമ്മൾ കേക്ക് സെക്കൻഡ് ഐസിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു പ്രിൻറ്റ് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിലുള്ള ഫോണ്ടൻറ്റ്, റെഡ് കളറിൽ ഫോണ്ടൻറ്റ് ഇതുപോലെ റോൾ ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ച് റോൾ ചെയ്തിട്ട് ഇതുപോലെ പരത്തി എടുക്കുന്നുണ്ട്. ഇത് ഫോണ്ടൻറ്റ് റോൾ ചെയ്യുന്നതാണ്. അതിൻ്റെ മുകളിൽ പിടിക്കുന്നതുണ്ട്. അത് തപ്പാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കൈ കിട്ടിയ സാധനം എടുത്ത് വേഗം ഒന്ന് ചെയ്തെടുത്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൈ വെച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ലെവലിൽ കിട്ടുന്നതിൽ കുറവാണ്. അപ്പോൾ ഇതുപോലത്തെ റോളർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് തിന്നായിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 2 ലെയറായിട്ട് എടുത്തിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു നമ്മൾ പിരിച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്തിട്ടാണ് മുകളിൽ നമ്മൾ ബോർഡറായിട്ട് കൊടുക്കുന്നത്. ക്രീമിൻ്റെ ബോർഡേഴ്സ് ഒന്നുമല്ല, ഫോണ്ടനിൽ തന്നെയാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് വിചാരിക്കുന്ന പോലെയല്ല, ഒരു ഭാഗത്തുനിന്ന് പിടിച്ച് തിരിക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് അത് അഴിഞ്ഞു പോകും. അതുകൊണ്ട് കുരുത്തം കെട്ട കളിയാണ് ഇത് കളിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മറുഭാഗം നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പിരിച്ചെടുക്കുക. എന്നിട്ട് അളവിനനുസരിച്ച് ബാക്കിയുള്ള ഫോണ്ടനും കൂടി എടുത്തിട്ട് ആ ഒരു ബാക്കി പോർഷനും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം ഞാൻ ചെയ്തത് 3/4 ഭാഗത്തോളം ഉണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത് വീണ്ടും റോൾ ചെയ്തിട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതുപോലെയാണ്. കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമോ വെച്ചിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് ടൈമിൽ വീണു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ പ്രിൻറ്റിൻ്റെ മുകളിലോട്ടായിട്ടാണ് വെക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 6 ഇഞ്ചിൻ്റെ ടിന്ന് ടോളായിട്ടുള്ള ഹൈറ്റിലാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്കിൻ്റെ രീതിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിൽ നമ്മൾ ഫോട്ടോ പ്രിൻറ്റ് 6 ഇഞ്ചിൻ്റെ ഇതിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ 2-3 ഷീറ്റ്സ് ആയിട്ട് പല മോഡൽസിലെ ഫോട്ടോസായിട്ട് ഇതുപോലെ വിൻ്റർ സീസൺ നല്ല മഞ്ഞുകാലത്തുള്ള ആ ഒരു ഫോട്ടോ 2 സൈഡിലായിട്ടും മുകളിൽ ഇതുപോലെയുള്ള ക്രിസ്മസ് പാപ്പാജിയുടെ ആ ഒരു രീതിയിലും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ്. നല്ല എലിഗൻറ്റ് ലുക്കും വെറൈറ്റി ലുക്കും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോ പ്രിൻറ്റ് പല സൈസിൽ ചെയ്തിട്ട് നമുക്ക് കേക്കിന് ഒരു പ്രത്യേക ലുക്കാക്കി മാറ്റാം. നോർമലി ക്രീം ഡിസൈൻസ് അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു തീം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ നോർമലി ഒട്ടിച്ചു കൊടുക്കൽ മാത്രമാണ്, വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. അത് ഞാൻ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ നമുക്ക് ക്രീമിൽ ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് 10 ഇഞ്ചിൻ്റെ ടിന്നിലാണ്. സ്കൂൾ ബേസ്ഡ് ആയിട്ട് വന്നതാണ്. കഴിഞ്ഞ ഒരു വീഡിയോസിൽ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് 2ാമത്തെ കേക്കാണ്. അപ്പോൾ അത് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ 2 kg വലിപ്പത്തിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 10 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തെടുത്തു. 3 ലെയറായിട്ട്. ഉള്ളിൽ ഫില്ലിങ്സ് വന്നിട്ടുള്ളത് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ചെറീസും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെയാണ് കേട്ടോ. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സെക്കൻഡ് ഐസിങ് കൊടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഐസിങ്ങും നമ്മൾ ഷാർപ്പ് എഡ്ജും കാര്യങ്ങളൊക്കെ ചെയ്ത് നീറ്റാക്കിയതിന് ശേഷം നോർമലി നമ്മളെല്ലായിടത്തും കാണുന്നതാണ് ഗ്രീനും റെഡും കളർ കോമ്പിനേഷൻ
കോമ്പിനേഷനിൽ ക്രിസ്മസ് തീം. അപ്പോൾ അത് തന്നെയാണ് ക്രിസ്മസ് കുട്ടികളാകുമ്പോൾ കുറച്ച് കളർഫുള്ളും ഒക്കെ ആവും. അപ്പോൾ കേക്കിൽ ഫുൾ കളർ കൊടുക്കുന്നതിനേക്കാളും വൈറ്റിൽ ഫുൾ കവറിങ് ചെയ്തിട്ട് പിന്നെ ഫ്ലവേഴ്സും ലീവ്സും കാര്യങ്ങളൊക്കെ കളർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടികളാണെങ്കിലും കളർ ഓവർ കൊടുക്കുന്നത് നല്ലതല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വൈറ്റിൽ തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്രീന് ഞാൻ ഇവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ ഗ്രീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്, നല്ല കുറച്ച് ഡാർക്ക് തന്നെ. എന്നിട്ട് അതിൻ്റെ ഡിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് 3 ലൈൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കേക്കാണ് നമ്മൾ അന്നത്തെ ദിവസം ആ ഒരു സ്കൂളിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടിനും ബോർഡർ ഇതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ലൈൻസ് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടിട്ട് ബാക്കി കുറച്ച് ലൈൻസ് വീണ്ടും കൊടുത്തു. പിന്നെ കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടിട്ട് വീണ്ടും 3ാമത്തെ ലൈൻസ് കൊടുത്തു. അങ്ങനെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ നോസിൽ യൂസ് ചെയ്യണം. നോസിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. നോസിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനത് പെട്ടെന്ന് നോസിലൊന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ലൈൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ലൈൻസ് താഴെ കൊടുത്തു. മുകളിൽ നമ്മൾ റെഡ് കളറിലാണ് സ്റ്റാർ നോസിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല കുഞ്ഞു സ്റ്റാർ നോസിലാണ്. അത് വെച്ചിട്ട് റൈറ്റ് ലെഫ്റ്റ് ആ ഒരു രീതിയിൽ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് വലിച്ചെടുക്കുന്ന ആ ഒരു മെത്തേഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സൈഡിലായിട്ട് ഈ ഒരു രീതിയിൽ സ്ക്വയർ ആയിട്ടാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേ നോസിൽ വെച്ച് തന്നെ ജസ്റ്റ് ഷേപ്പിൽ 2 ബോർഡേഴ്സ് 2 സൈഡിലോട്ടായിട്ട് അതും കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഒരേ മെത്തേഡ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം മറ്റു കേക്കിൽ നമ്മൾ ഗ്രീനാണ് മുകളിൽ കൂടുതലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്ലവേഴ്സ് ഈ സെയിം റെഡ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ റൗണ്ട് കേക്കിൽ സ്ക്വയർ നടുക്ക് സ്ക്വയർ ടൈപ്പ് ഡിസൈനാണ്. ഇതിൻ്റെ ഒക്കെ തന്നെയുള്ള കേക്ക് റൗണ്ടിലാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ റെഡിൻ്റെ കോമ്പിനേഷനാണ് കൂട്ടിയിട്ടുള്ളത്, ഗ്രീൻ്റെ കോമ്പിനേഷൻ കുറച്ചിട്ടും. മറ്റേതിൽ റെഡിൻ്റെ കോമ്പിനേഷൻ കൂട്ടിയിട്ട് ഗ്രീൻ്റെ കോമ്പിനേഷൻ മൊത്തത്തിൽ കൊളാക്കിയല്ലേ. അപ്പോൾ രണ്ടിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് 2 ക്ലാസ്സിലേക്കാണ് 6C 5B അങ്ങനെ 2 ക്ലാസ്സിലേക്കായിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കുറേ വേറെ 2-3 സ്കൂളിൻ്റെ ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ചിലത് ഞാൻ ഒഴിവാക്കി മാറ്റിയിട്ട് വേറെ കൊടുത്തു. പറ്റുന്നുണ്ടായിരുന്നില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഫോണ്ടൻറ്റിലാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ റെഡ് ഫോണ്ടനിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കട്ടർ വെച്ചിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 6 എന്നുള്ളത് ഞാൻ കൈകൊണ്ട് തന്നെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. 6ഉം 5ഉം ബാക്കി നമ്മൾ കട്ടർ വെച്ചിട്ട് ചെയ്തു. കട്ടിങ് സാധനം തപ്പിയിട്ട് കാണാത്തതുകൊണ്ട് കൈ വെച്ച് തന്നെ ലാസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഓരോ തിരക്കിൻ്റെ സമയത്ത് ഓരോ സാധനങ്ങൾ തപ്പിയാൽ കിട്ടൂല. കാരണം സ്റ്റുഡൻസൊക്കെ വരുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് ഒതുക്കുക, എങ്ങനെയാണ് വെക്കുക എന്നുള്ള ആ ഒരു ടെൻഷനിൽ മൊത്തത്തിലേ കിട്ടുന്ന സ്ഥലത്ത് വാരി വലിച്ചങ്ങ് ഇട്ട് വെക്കും. പിന്നെ ഒന്ന് ഒതുക്കുന്നത് ഒന്ന് ഫ്രീ ആകുന്ന സമയത്താണ് എല്ലാം കൂടി സെറ്റാക്കി ഒതുക്കി എല്ലാം റെഡിയാക്കുക. പക്ഷേ ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് ഒതുക്കാൻ ടൈം കിട്ടിയില്ല. അതുകൊണ്ട് ഓരോ സാധനങ്ങൾ എവിടെയാണ് ഉള്ളത് ഇപ്പോൾ തപ്പിയാൽ കിട്ടാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഹാപ്പി ക്രിസ്മസ് എന്നുള്ളത് 2 കേക്കിലായിട്ട് നമ്മൾ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള അതേ നോസിലും അതേ കളേഴ്സും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഹാപ്പി ക്രിസ്മസ് എന്നുള്ളതും പിന്നെ താഴെ പപ്പാജിയുടേതും 2 കേക്കിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഡെക്കറേഷൻസ് ആണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഡിസൈൻ വൈസ് ആൻഡ് ടേസ്റ്റ് വൈസ് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു, മാഷാഅല്ലാ. അപ്പോൾ നമ്മുടെ കേക്ക് ഇതും മറ്റുള്ളതും ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക കേട്ടോ. നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരും ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യണേ.